ഇന്ന് ചിങ്ങം 1. എല്ലാവർക്കും ഒരു പുതിയ തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹലോ, ഹായ്, നമസ്കാരം. പുതിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിങ്ങമായതുകൊണ്ട് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു, ഞാനും മോളും ഏട്ടനും ഒക്കെ കേട്ടോ. രാവിലെ കുളിയും കഴിഞ്ഞ് ഞങ്ങളിതാ പുതിയ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്ത് രസമാണല്ലേ, 5 മണിക്ക്. അങ്ങനെ ഞങ്ങളിതാ ഒരു വിളക്കെല്ലാം കത്തിക്കേണ്ട പരിപാടിയിലാണ് ഞാനും മോളും. ഇന്ന് എൻ്റെ മോള് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിളക്കത്തിക്കാനും പൂ വയ്ക്കാനും എല്ലാം. അതുപോലെ തന്നെ തലേ ദിവസം വൃത്തിയാക്കാനും അവൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുട്ടിക്കാലത്തെ തറവാട്ടിലായിരുന്നു ജനിച്ചതും വളർന്നതൊക്കെ. അതുകൊണ്ട് തന്നെ വിളക്ക് കത്തിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന എത്ര പേരുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ചിങ്ങമാസം 1-ാം തീയതി ഇതുപോലെ വിളക്കെല്ലാം കത്തിച്ച് പൂവൊക്കെ വെച്ച് ഐശ്വര്യം വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി എന്നെ പഠിപ്പിച്ചതും ഞാൻ പഠിച്ചതുമൊക്കെ നമ്മുടെ കല്യാണത്തിന് ശേഷമാണ് കേട്ടോ. കുട്ടിക്കാലം ഓർക്കുവാണെങ്കിൽ ഒരുപാട് ചിങ്ങവും ഒരുപാട് ഓണമൊക്കെ കടന്നു പോയിട്ടുണ്ട്. ചില ഓണത്തിന് നല്ല ഡ്രസ്സോ ഭക്ഷണമോ ഇല്ലാത്ത ഒരുപാട് നാളുകളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പം ദൈവം സഹായിച്ച് അതിലൊക്കെ നല്ല മാറ്റങ്ങളുണ്ട് കേട്ടോ. നല്ല പ്രതീക്ഷയാണ് ഓരോ ലൈഫിൽ, ഓരോ പ്രതീക്ഷയോടാണ് കടന്നു പോകുന്നത്. ചില പ്രതിസന്ധികൾ വരുമ്പം തളർന്നു പോകുമ്പോഴാണ് നമ്മുടെ പരാജയം എന്ന് പറയുന്നത്. എൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങൾക്കും എല്ലാം എക്സ്പീരിയൻസ് ആവുകയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തളർന്നിരിക്കാത്തത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഞാൻ ദൈവത്തിന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ദൈവം എല്ലാം തന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. അതിനൊരു ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമായിരിക്കും. പക്ഷേ ദൈവത്തിനെ പ്രാർത്ഥിക്കുകയും രാവിലെ എണീച്ച് വിളക്കത്തിക്കുമ്പോഴും എൻ്റെ മനസ്സിന് ഒരു പോസിറ്റീവ് എനർജിയാണ്. അത് എന്താണെന്ന് എനിക്കറിയില്ല. അതുമാത്രമല്ല, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം പല പ്രതിസന്ധികളിൽ നിന്നും എന്നെ തളരാതെ എനിക്ക് മുന്നേറാനുള്ളൊരു ശക്തി ദൈവം തരുന്നുണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഈ ഒരു പ്രതീക്ഷയും സ്വപ്നങ്ങളൊക്കെ എൻ്റെ ഒരുപാട് സ്വപ്നങ്ങൾക്ക് വഴിയൊരുക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിച്ചു. എൻ്റെ ശിലമോൾക്ക് എന്നും എന്നെക്കുറിച്ച് മാത്രമേ പ്രാർത്ഥിക്കാൻ ഉണ്ടാവാറുള്ളൂ. അവൾ അതാണ് പ്രാർത്ഥിക്കാറ്. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കഴിഞ്ഞ ചിങ്ങത്തിലൊന്നും ശിലമോൾ ഇത്ര നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 5 മണിയായപ്പോൾ തന്നെ എൻ്റെ കൂടെ എഴുന്നേറ്റ് കുളിക്കുകയൊക്കെ ചെയ്ത് അവളിതാ വിളക്ക് എത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിന് ഏതെന്നറിയാത്തൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞു. അതിനുശേഷം അവൾ അമ്മമ്മേനെ വിളിക്കാനായിട്ട് റൂമിലേക്ക് പോകാൻ കേട്ടോ. ലൈഫിൽ ദൈവം എന്ത് തന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവേ ഉള്ളൂ. എന്നെ സ്നേഹിക്കാൻ, എനിക്ക് സ്നേഹിക്കാൻ ഒരുപാട് പേര് ചുറ്റുമുണ്ട്. അവരെയാണ് ദൈവം എനിക്ക് സമ്മാനിച്ച ഏറ്റവും ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതാ ശിലമോള് അമ്മമ്മേനെ വിളിച്ച് വന്ന് വിളക്കെത്തിക്കാൻ വേണ്ടിയിട്ട് ഇതാ പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അച്ഛനെ നമ്മൾ വിളിച്ച് ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അച്ഛന് എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും നല്ല ഉറക്കം കിട്ടുന്നത്. ആ സമയത്ത് നമ്മൾ വിളിച്ചാൽ പിന്നെ അച്ഛന് ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. എന്തായാലും അമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ ഈ ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ ഇവിടെ എപ്പോഴും ചിങ്ങമാസം 1-ാം തീയതി കൈനീട്ടൊക്കെ കൊടുക്കും കേട്ടോ. ഞാൻ മുൻപൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ചിങ്ങത്തിനൊക്കെ. അങ്ങനെ ഏട്ടൻ കൈനീട്ടം കൊടുത്ത് അമ്മ കാല് പിടിക്കുന്നതിന് മുന്നേ ഏട്ടൻ തല തൊട്ടിപ്പോൾ നമ്മളൊക്കെ ചിരിച്ചു. അതൊരു ഭയങ്കര കൗതുകമായിട്ട് തോന്നി. പിന്നെ അതിനുശേഷം എനിക്ക് പൈസ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അരുണേട്ടൻ്റെ കാലം ഞാൻ പിടിച്ചു. കഴിഞ്ഞ വർഷമൊക്കെ അമ്മ എനിക്ക് നൈറ്റിയും നമ്മൾ പരസ്പരം പൈസയൊക്കെ കൈമാറിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു കൈനീട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ ചിങ്ങം 1 വന്നാൽ അന്ന് കൈനീട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറ്. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ വിഷു സമയത്താണ് ഇത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചിങ്ങം 1-ന് രാവിലെ എണീച്ചതുപോലെ വിളക്കൊക്കെ കത്തിച്ച് കൈനീട്ടൊക്കെ വാങ്ങിക്കാനൊക്കെ ഞാൻ പഠിച്ചത് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ്. കോലം ഇടാറുണ്ട് കേട്ടോ, പക്ഷേ അച്ഛന് വയ്യാത്തതുകൊണ്ട് കോലം ഇടുന്നതും ഇല്ല. ഇനി കോലം ഇടാനൊക്കെ പഠിക്കണം. ഓരോ കാര്യം വരുമ്പോഴേക്ക് കോലൊക്കെ ഇടുന്നത് നല്ലതല്ലേ. ഓരോന്നോരോന്നും പഠിച്ചു വരികയാണ്. അങ്ങോട്ടോ അങ്ങോട്ടോ.
പിടിച്ചപ്പോൾ സരിഗമ പദനിസ പാടുമ്പോൾ ശിലമോൾ അവിടെ നമ്മൾ പറയാതെ പോയിരുന്നിട്ട് അവളും സാരീഗമ പദ പറയുന്നുണ്ട് കേട്ടോ. അതൊരു ഭയങ്കര കൗതുകവും അത്ഭുതവും തന്നെയായിരുന്നു. എന്തായാലും അവളും ഒരു തുടക്കമാവട്ടെ ഇല്ലേ, സംഗീതം പഠിക്കാനൊക്കെ അവൾ അച്ഛൻ്റെ കൂടെ ഇരുന്നിട്ട്. പിന്നെ കുറേ സമയം രണ്ടുപേരും കൂടി ഇതുപോലെ സരിഗമ പദനിസ പാടി ഇങ്ങനെ ഇരുന്നു കേട്ടോ. കേൾക്കാൻ തന്നെ എന്തൊരു സുഖമാണല്ലേ. എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും എങ്ങനെയാണ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇതുപോലെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന്. നമ്മൾ തളർന്നു പോയാൽ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ചിന്ത മാത്രം മതി, തളർന്നു പോകത്തൊരു നല്ലൊരു മനസ്സും. അത് കഴിഞ്ഞിട്ട് ഇതാ അച്ഛൻ എഴുന്നേറ്റു. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് നമ്മൾ കട്ടനാക്കിയിട്ടുണ്ടായിരുന്നത് കാപ്പിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അച്ഛന് കാപ്പിയും എനിക്ക് അരുണേട്ടനും ചായയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് രാവിലെ തന്നെ ചായ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് അമ്മ അവിടെ നിന്നു. അങ്ങനെ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഇതാ അരുണേട്ടൻ്റെ പാട്ട്. ഗണനായകം കരോമി കല്യാണ ഗുരുപൂജനം സദാ നമസ്തേ ഗുരുപ്രസീദ പ്രസാദം ഭജേഹം നമസ്തേ ഗുരുപ്രസീദ പ്രസാദം ഭജേഹം നമസ്തേ ഗുരുപൂജനം പ്രസാദം വജേഹം. ഏറ്റു പറയുമ്പോൾ പാപങ്ങളൊക്കെയും മാറ്റുന്നൊരപ്പനല്ലേ എൻ്റെ ഏറ്റുമാനൂരപ്പനല്ലേ. ഏറ്റു പറയുമ്പോൾ പാപങ്ങളൊക്കെയും മാറ്റുന്നൊരപ്പനല്ലേ എൻ്റെ ഏറ്റുമാനൂരപ്പനല്ലേ. അങ്ങനെ അരുണേട്ടൻ്റെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചായയും തിളച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗ്ലാസ് ചായ അരുണേട്ടനും കൊടുത്ത് ഞാനും കുടിച്ചു കേട്ടോ. അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു. പിന്നെ അരുണേട്ടൻ കുറച്ച് കരോക്കെ ഇട്ട് ഭക്തിഗാനങ്ങളൊക്കെ പാടിട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് അരുണേട്ടൻ ഇതുപോലെ പാടുന്നത് വിളക്കിൻ്റെ അടുത്ത് നിന്നിട്ട്. അതിന് മെയിൻ കാര്യം കുറേ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മാനസികമായിട്ട് ഭയങ്കര പിരിമുറുക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി മാറി ആ ഒരു പഴയ ഫീൽഡിലേക്ക് അരുണേട്ടൻ പോയെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ചിങ്ങം 1-ാം തീയതി ആയിട്ട് രാവിലെ തന്നെ അരുണേട്ടൻ ഒരുപാട് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഐശ്വര്യം എന്ന് പറയുന്നത് നമുക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ പ്രതീക്ഷയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. ഞാൻ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് വരാൻ പോകുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ കഴിഞ്ഞതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ഇന്നത്തെ ജീവിതം എന്താണോ അതാണ് ഏറ്റവും മനോഹരം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ നേരം വെളുത്തു. പിന്നെ നമ്മുടെ ആകാശം നോക്കിയപ്പം നല്ല നീളം വെളുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇനി ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ സൈനിങ് ഓഫ് ഷിൽജ വിശ്വനാഥൻ. ബൈ.